എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വിശുദ്ധ തോമാസ് ലീഹായുടെ നെഞ്ചിൽ നിന്നുയർന്ന ഈ ഒരു നിലവിളിയുണ്ടല്ലോ, അത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണമെന്ന് തോന്നും. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ ചങ്കിനകത്തു നിന്നുണ്ടാകുന്ന ആഴമായ വിശ്വാസത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നും ഉളവാകുന്ന ഒരു ഏറ്റുപറച്ചിലാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആളിത് വിളിക്കാനായിട്ടുള്ള കാരണമുണ്ട്. തോമസേ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ പാർശ്വത്തിൽ വെക്കുക. എൻ്റെ മുറിവ് കാണാനായിട്ടുള്ള ക്ഷണമാണ്. ഈ ഒരു മുറിവ് കാണുന്നതോടെ പിന്നെ തോമസ് ലീഹയ്ക്ക് ഒരു സംശയമില്ല. അതെങ്ങനെ വരാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിൽ പലരോടും ദേഷ്യമുണ്ട്, വീട്ടിൽ പലരും സംശയമുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും പരാതിയുണ്ട്. പക്ഷേ അവർ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന മുറിവുകളൊന്ന് കണ്ടു നോക്കാം. പിന്നീട് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരോട് ദേഷ്യപ്പെടാൻ പറ്റില്ല, അവരോട് പരാതി പറയാനോ അവരെ സംശയിക്കാനോ ഒന്നുമില്ല. നേരെ മറിച്ച് ചേർത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ആകാശങ്ങളിലേക്ക് നോക്കി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നന്ദി പറയാനേ പറ്റുള്ളൂ. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് അവരുടെ കൈയൊക്കെ എടുത്തൊന്ന് തടവി നോക്കുക. ആ കയ്യിലെ തഴമ്പ് കാണാൻ പറ്റും, ആ മുട്ടിന്മേലത്തെ തഴമ്പ് കാണാൻ പറ്റും. ചില സമയം ഇന്നത്തെ ദിവസം പണിക്ക് പോയിട്ട് വന്ന് കാണുമ്പോൾ ചില മുറിവുകൾ കാണാൻ പറ്റും. അമ്മയുടെ കൈപ്പാടുകളിൽ പൊള്ളൽ കാണാൻ പറ്റും. മക്കളുടെ അടുത്തൊക്കെ ചെന്ന് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്ന് തലോടി നോക്കും. അവർ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചുളുങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ സ്കിന്ന് കാണാൻ പറ്റും. അവരനുഭവിക്കുന്ന പ്രഷറാണ്. ഇതൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അവരോട് പരാതിപ്പെടാൻ തോന്നണേ, ഇവരെ കുറ്റപ്പെടുത്താൻ തോന്നണേ? നിന്റെ വിരൽ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, മുറിവ് കാണുക, എന്നിട്ട് നിന്റെ കൈ കൊണ്ട് എൻ്റെ പാർശ്വത്തിൽ തൊടുക. ഈ മുറിവ് കാണുന്നതോടുകൂടെ നമുക്കൊരു പരാതിയില്ലാതെ ചേർത്ത് പിടിക്കുന്ന ബന്ധങ്ങൾ വേണം. അവരുടെ സങ്കടങ്ങളിലേക്കൊരു നോട്ടം ഉണ്ടാവട്ടെ. സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹ